Karate, Meiro Martial Karate, Self-Defense YouTube and Facebook channel. Karate എന്ന യൂട്യൂബ് ആൻഡ് ഫേസ്ബുക്ക് ചാനലിലേക്ക് അവർക്ക് കൂടി സ്വാഗതം. Karate എന്ന മെയ്റോ മാർഷ്യൽ കരാട്ടയുടെ ചാമ്പ്യൻഷിപ്പിന്റെ ചില വിശേഷങ്ങളാണ് ഇന്ന് യൂട്യൂബ് ആൻഡ് ഫേസ്ബുക്ക് ചാനലിലൂടെ നിങ്ങളുടെ മുമ്പിൽ ഇന്ന് പ്രദർശിപ്പിക്കുന്നത്. പലരും ചോദിക്കാറുണ്ട് എന്തുകൊണ്ടാണ് ഇപ്പോൾ കരാട്ടെ എന്ന യൂട്യൂബ് ആൻഡ് ഫേസ്ബുക്ക് ചാനൽ പുതിയ വീഡിയോകളൊന്നും കാണുന്നില്ല എന്നുള്ളത്. ഇന്നത്തെ എപ്പിസോഡിൽ എന്നാലും ഇന്റർ സ്കൂൾ കരാട്ടെ ചാമ്പ്യൻഷിപ്പ് മെയ്റോ മാർഷ്യൽ കരാട്ടെ നടത്തുന്ന 9ാമത്തെ മെയ്റോ മാർഷ്യൽ കരാട്ടയുടെ വിശേഷങ്ങളാണെന്ന് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നത്. നമ്മുടെ കുട്ടികൾ എങ്ങനെയാണ് കരാട്ടെ കത്താ കുമിത്തെ ഇവന്റിൽ മത്സരങ്ങളിൽ പങ്കെടുത്തത്, എങ്ങനെയാണ് അവർ അതിനെ പോയിന്റ് നേടുന്നത്, എന്താണ് ചാമ്പ്യൻഷിപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൽ കാണാം. എന്നാലും ചീഫ് റഫറിയായിട്ട് ഞാൻ തന്നെ ഇതിൽ അറ്റൻഡ് ചെയ്തു. അതോടൊപ്പം എൻ്റെ സ്റ്റുഡൻസും ഇതിലേക്ക് റഫറിമാരായും ജഡ്ജിമാരായും ഉണ്ടായിരുന്നു. ഇത് ഓവറോൾ ചാമ്പ്യന്മാരായി മാറിയത് മെയ്റോ മാർഷ്യൽ പണ്ഡിത്തിനോട് സ്കൂളും, അതോടൊപ്പം തന്നെ സെക്കൻഡ് ഓവറോൾ നേടിയത് കല്യാൺ സ്കൂൾ ട്രിനിറ്റി ആൻഡ് തൈക്കാട് സ്കൂള്, 3ാം സ്ഥാനം കല്ലാട്ടമുട്ടുമാണ്. അപ്പൊ എന്തായാലും എങ്ങനെയാണ് ഇതിന്റെ വിശേഷങ്ങൾ, എങ്ങനെയാണ് ചാമ്പ്യൻഷിപ്പ് ലഭിച്ചതെന്ന് നോക്കാം. ചാമ്പ്യൻഷിപ്പിൽ 2 ഇവന്റുകളാണ് ഉണ്ടായിരിക്കുക. കത്ത, കുമിത്തെ എന്നീ 2 ഇവന്റുകളാണ് കുട്ടികൾ മാറ്റിവെക്കുന്നത്. ഇപ്പോൾ നടക്കുന്നത് കത്ത ഇവന്റാണ്. ഏജ് ബെൽറ്റ് കാറ്റഗറിയിലായിരിക്കും കൂടുതലും ഈ കത്തയുടെ മത്സരങ്ങൾ നടക്കുക. ഒരിക്കലും ഗേൾസും ബോയ്സും തമ്മിലുള്ള മത്സരം ഉണ്ടാവില്ല. എന്നാൽ ഏജ് ബെൽറ്റ് കാറ്റഗറി അനുസരിച്ചായിരിക്കും വേർതിരിച്ച് മത്സരത്തിൽ ഇറക്കുക. റഫറിയുടെ 2 ഭാഗത്തും ഉള്ള ആളുകൾ ജഡ്ജായിരിക്കും. വലതു ഭാഗത്ത് അഥവാ ജഡ്ജിന്റെ വലതു ഭാഗത്തുള്ള റെഡ് ബെൽറ്റ് കിട്ടിയത് ജാപ്പനീസിൽ അക്ക എന്നും ലെഫ്റ്റ് സൈഡ് ബ്ലൂ ബെൽറ്റ് കിട്ടിയ ആൾ ആവു എന്നും വിളിക്കപ്പെടും. ബ്രൗൺ ബെൽറ്റ് കാറ്റഗറി മിസ് ഫർ അക്ക മുഹമ്മദ് ഫാരിസ് ആവു. ഇതിലിപ്പോൾ ജയിച്ചത് അക്ക അഥവാ വലതു ഭാഗത്തു നിന്ന് റെഡ് ആണ്. ഈ റൗണ്ടിൽ തന്നെ ഫൈനൽ മത്സരത്തിൽ അടുത്ത ആളുമായി മത്സരിക്കും. അപ്പോൾ ചിലപ്പോൾ വലതു ഭാഗത്ത് ജയിച്ച അക്ക ആവുമായി മാറുകയും പുതുതായി വരുന്ന ആൾ അക്കയായി മത്സരിക്കുകയും ചെയ്യും. ഇതായിരിക്കും ഫൈനൽ റൗണ്ട്. ഇത് ജയിക്കുന്ന ആളായിരിക്കും ഗോൾഡ് മെഡൽ. രണ്ടാമത് ഗോൾഡ് കിട്ടിയ ആൾക്ക് അഥവാ ഇതിൽ സെക്കൻഡ് കിട്ടുന്ന ആൾ സിൽവർ സെക്കൻഡ് ആകും. ഫസ്റ്റ് പാർട്ടിസിപ്പേറ്റ് ചെയ്ത ആൾ ചില മത്സരങ്ങളിൽ അവർക്ക് ബ്രോൺസും ലഭിക്കും. ആവു അഥവാ ബ്ലൂ ബെൽറ്റ് കിട്ടിയ ആൾ വിന്നറായി. ഓരോ ഇവന്റ് കഴിയുന്തോറും മത്സരിച്ച വിദ്യാർത്ഥികൾ അവർ ജഡ്ജിന്റെയും റഫറിയുടെയും മുമ്പിൽ ബോച്ചതിനു ശേഷം മടങ്ങിപ്പോകും. ഈ മത്സരത്തിന് ഞാനും ചീഫ് റഫറിയായി പങ്കെടുക്കും. കുട്ടികളുടെ കഴിവ് തെളിയിക്കാൻ പറ്റുന്ന നിലയിൽ അവരുടെ കഴിവ് തെളിയിക്കാൻ പറ്റുന്ന ഒരു അവസരമാണ് ഈ ചാമ്പ്യൻഷിപ്പ് വഴി ഉണ്ടാക്കിയെടുക്കുക. വിജയിച്ച കുട്ടികൾക്കുള്ള മെഡലും സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്തത് പൂന്തറ സർക്കിൾ ഇൻസ്പെക്ടർ എസ് പ്രദീപും അതോടൊപ്പം കോർദോവ സ്കൂൾ മാനേജർ എ അൻവർ സാറുമായിരുന്നു. അനാമിക എൽ, തേർഡ് വൈഗ വി പ്രശാന്ത്, തേർഡ് പ്രൈസ് വൈഗ വി പ്രശാന്ത്. ക്ലാപ്സ്. Clap. Claps everybody. Break. Break. Show this. Break. So that's you go. Akka, sit. To the head. കത്ത കഴിഞ്ഞാൽ പിന്നെയുള്ളത് കുമിത്തയാണ്. കുമിത്തെ മീൻസ് ഫൈറ്റിംഗ് ആണ്. വെയിറ്റ് ഏജ് കാറ്റഗറിയിലാണ് ഇത് തരംതിരിക്കുന്നത്. ഈ രീതിയിലാണ് മത്സരിക്കുക. ഇവിടെയും ആൺകുട്ടികളും പെൺകുട്ടികളും തമ്മിലൊരു മത്സരം ഉണ്ടാവില്ല. മറിച്ച് വെയിറ്റ് ഏജ് നോക്കിയായിരിക്കും കാറ്റഗറി തിരിച്ച് മത്സരിപ്പിക്കുക. രണ്ടുപേർ തമ്മിൽ ഫൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ റഫറി ആയിരിക്കും അതിന് മാർക്ക് നിശ്ചയിക്കുക. യാമെ എന്ന ജാപ്പനീസ് വേർഡിന് സ്റ്റോപ്പ് അഥവാ മത്സരം നിർത്തുക എന്നും
അതിനുശേഷം അവാർഡ് ചെയ്യുമ്പോൾ കൈ താഴേക്ക് യൂക്കോ എന്ന് പറഞ്ഞാൽ 1 പോയിന്റ്, അഥവാ പഞ്ച് ചെയ്ത് ഫേസിലോ ചെസ്റ്റിലോ ബെൽറ്റിന് മുകളിൽ എവിടെയെങ്കിലും ചെയ്തെടുത്താൽ 1 പോയിന്റ്. ടച്ച് ചെയ്യണമെന്നില്ല. ഏകദേശം ഒരു 2 സെൻറ്റിമീറ്റർ പോയി തിരിച്ചെടുത്താലും ടച്ച് ചെയ്ത് തിരിച്ചെടുത്താലും അതിന് 1 പോയിന്റ് കിട്ടും. ബെൽറ്റിനും കഴുത്തിനും ഇടയ്ക്കായിട്ട് കുറുക്കിലോ അല്ലെങ്കിൽ വയറിലോ കിക്ക് ചെയ്ത് തിരിച്ചെടുത്താൽ 2 പോയിന്റ്, വാസാരി എന്ന് പറയും. നേരെ ഫേസിലേക്ക് ടച്ച് ചെയ്തെടുത്താൽ അതിന് 3 പോയിന്റ്, ഇപ്പോൺ എന്ന് പറയും. ഫ്ലാഗുമായി സൈഡിലുള്ള ജഡ്ജിമാരാണ് മാർക്ക് നിശ്ചയിക്കുക. റഫറിക്ക് ഫൗൾ നോക്കാൻ മാത്രമേ WKFന്റെ പുതിയ റൂൾസ് അനുസരിച്ച് അധികാരമുള്ളൂ. അവാർഡ് പ്രഖ്യാപിക്കുകയും വിജയി പ്രഖ്യാപിക്കുകയും ചെയ്യുന്നതും ചീഫ് റഫറി ആയിരിക്കും. കയ്യോ കാലോ നെഞ്ചിലോ വയറിലോ തലയിലോ പോയി എന്നതുകൊണ്ടല്ല, ഫുൾ ഫോം ആയിരിക്കണം, പുൾ ബാക്ക് ഉണ്ടായിരിക്കണം, കറക്റ്റ് സ്റ്റാൻസിലായിരിക്കണം ചെയ്യേണ്ടത്. അവനോട് കൂടി ചെയ്താൽ മാത്രമേ പോയിന്റ് കൊടുക്കുകയുള്ളൂ. Kumite, girls 40-42 kg category. Next about Paurnami Shinukumar, Akka Anishka Avo. Right. Shop his. Hey. School his. Akka, so that's you go. Ow, so that's you go. So the his. Ow, so that's you go. Ow, essentially. So the his. ഈ ചാമ്പ്യൻഷിപ്പിൽ ഏറ്റവും കൂടുതൽ പോയിന്റ് അഥവാ ഓവറോൾ നേടി കിരീടം സ്വന്തമാക്കിയത് മേറോ മാർഷൽ പള്ളിത്തെരുവ് ഡോജയാണ്. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ S. സലീമാണ് ഈ അവാർഡ് വിതരണം ചെയ്തത്. അപ്പോൾ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുമ്പോൾ മേറോ മാർഷൽ കരാട്ടയുടെ സീനിയർ കുട്ടികൾ അവതരിപ്പിക്കുന്ന ഒരു ഫൈറ്റിംഗ് ഡെമോ കണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. നിങ്ങളുടെ കമൻസുകൾ പ്രതീക്ഷിക്കുകയാണ്. പുതിയ വീഡിയോകൾ, പുതിയ എപ്പിസോഡിൽ നമുക്ക് കാണാം. അപ്പോൾ ഇതാണ് ഇന്റർ സ്കൂൾ കരാട്ടെ ചാമ്പ്യൻഷിപ്പിലെ വിശേഷങ്ങൾ. കാരണം നമ്മൾ പഠിച്ച കാര്യങ്ങൾ അത് നമ്മുടെ കഴിവ് തെളിയിക്കാൻ പറ്റുന്ന രീതിയാണ് ഈ ഇന്റർ സ്കൂൾ കരാട്ടെ ചാമ്പ്യൻഷിപ്പ് എന്ന് പറയുന്നത്. അഥവാ ഒരേ സ്കൂളിൽ നമ്മൾ പഠിക്കുമ്പോൾ മറ്റു സ്കൂളുകളിലെ കുട്ടികളുമായി പങ്കെടുക്കുമ്പോൾ നമ്മുടെ ആത്മവിശ്വാസം, നമ്മുടെ കഴിവ്, അവരുടെ കഴിവ് തിരിച്ചറിയാനും അതോടൊപ്പം തന്നെ അവരുമായി നല്ല സൗഹാർദ്ദം സ്ഥാപിക്കാനും എൻ്റെ കഴിവ് എത്രമാത്രമുണ്ട്, മറ്റുള്ള ഓപ്പോണൻ്റെ കഴിവ് എത്ര ഉണ്ട് നമുക്ക് അളക്കാനും നമുക്ക് സാധിക്കും. തീർച്ചയായും ഇതൊക്കെ മുന്നോട്ടുള്ള നമ്മുടെ ഗമനത്തിന് കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ ഫീച്ചറിനത് പ്രയോജനമുണ്ടാകും. അതാണ് ഈ ചാമ്പ്യൻഷിപ്പ് കൊണ്ടുള്ള പ്രയോജനം. മുമ്പുള്ള എപ്പിസോഡുകളൊക്കെ പല അസോസിയേഷനുകളും നടത്തിയ ചാമ്പ്യൻഷിപ്പ് നമ്മൾ കണ്ടിട്ടുണ്ട്. അതിന് വ്യത്യസ്തമായാണ് ഇന്റർ സ്കൂൾ കരാട്ടെ ചാമ്പ്യൻഷിപ്പ് ഈ 9 വർഷവും മേറോ മാർഷൽ കരാട്ടയുടെ കീഴിൽ നടന്നു വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ചാമ്പ്യൻഷിപ്പിലെ വിശേഷങ്ങളാണ് ഇന്ന് പ്രേക്ഷകരുമായി പങ്കുവച്ചത്. തുടർന്നുള്ള എപ്പിസോഡുകളിൽ മുമ്പ് സൂചിപ്പിച്ചതുപോലെ ചെറിയ ടിപ്സുകൾ, സെൽഫ് ഡിഫൻസിന്റെ ഭാഗമായിട്ടുള്ള ചെറിയ ടിപ്സുകൾ നിങ്ങൾ അവതരിപ്പിക്കാം. ഇതാണ് നിങ്ങളുടെ കമന്റ്സുകൾ ഫേസ്ബുക്കിലും യൂട്യൂബിലും ഇടാൻ മറക്കണ്ട. ഇതുവരെയും ഈ ഫേസ്ബുക്ക് ചാനൽ ഫോളോ ചെയ്തെങ്കിൽ ഫോളോ ചെയ്യണം.
യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ കമൻസുകൾ പ്രതീക്ഷിച്ചുകൊണ്ട് പുതിയ എപ്പിസോഡ് പുതിയ വിശേഷമായി കാണാം. ബൈ.